എൻ്റെ പേര് മനോജ് മാത്യു എന്നാണ്. ഞാൻ ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ ഒങ്കോളിൽ താമസിച്ചുകൊണ്ട് ഈ ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലെയും ചേരി പ്രദേശങ്ങളിൽ ഇതുപോലുള്ള കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഏതാണ്ട് 50ഓളം സെൻറ്ററുകൾ, കുട്ടികളെ പഠിപ്പിക്കുന്ന സെൻറ്ററുകൾ നമുക്കുണ്ട്. ഇവരാരും സ്കൂളിൽ പോകുന്ന കുട്ടികളല്ല, വളരെ നിർദ്ധരനായിട്ടുള്ള പാവപ്പെട്ട ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണിത്. അവർക്ക് വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഏതാണ്ട് 50ഓളം സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മളവർക്ക് നോട്ട് ബുക്കുകൾ കൊടുക്കുകയും പെൻസിലുകൾ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ബുക്ക് കൊടുത്ത് അവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും അവർക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ വളരെ ശക്തിയായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പലരെയും നമ്മൾ അവിടെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 100 കണക്കിന് കുട്ടികൾക്ക് നമ്മൾ മുഖാന്തരമായിട്ട്, അതുപോലെ തന്നെ ഗോസ്പൽ ടിവിയുടെ ആഭിമുഖ്യത്തിലും കാൽവറി ചർച്ച് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിലും ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. నీకు బుక్ ఇవ్వలేదా? బుక్ ఎక్కడా? నోట్ బుక్ వీడిది లేవా? ముందు ఒకసారి మీ పేరు చెప్పండి. అమ్మ, మీ పేరేం పేరు? పౌలిక. సుబ్బరాయుడు, కళ్యాణి. ఏబిసిడి వచ్చా మీకు? ఏదైనా పాటలు వచ్చా మీకు? జోని జోని ఎస్ పాప పాట వచ్చా? ఇంగ్లీష్ పాట. ఓకే, నేను పాడతాను, మీరు అట్లా పాడతారా? జోని జోని ఎస్ పాప, ఈటింగ్ షుగర్ నో పాప, టెల్లింగ్ లైస్ నో పాప, టెల్లింగ్ లైస్ నో పాప, ఓపెన్ యువర్ మౌత్ ఆహాహా. ఓకే, మళ్ళీ పాడనా? ఇంగ్లీష్ రైమ్ అనమాట అది, ఇంగ్లీష్ రైమ్. ఓకేనా? జోనీ జోనీ ఎస్ పప్ప, ఈటింగ్ షుగర్ నో పప్ప, ఈటింగ్ షుగర్ నో పప్ప, టెల్లింగ్ లైస్ నో పప్ప, ఓపెన్ యువర్ మౌత్ ఆహాహా. హాహాహా అని గట్టిగా అనాలి. హాహాహా. ఓపెన్ యువర్ మౌత్ ఆహాహా. నువ్వు రా, వచ్చి కూర్చో, దా కూర్చోరా. ఓకే, ఏబిసిడి లెటర్స్ మీకు వచ్చా అసలు? మొన్న నేను వచ్చినప్పుడు చెప్పాను కదా, ఏబిసిడి లెటర్స్ నేను నేర్పిస్తాననేది. ఎంత? 1 2 3 4 5 6 7 8 9. 1 2 3 వచ్చా మీకు? 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 అట్లా కాదు, ఇట్లా చెప్ప. ఇది 1, ఈ ఏళ్ళు చూపించండి. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. నేను 1 అని చెప్పేసరికి మీరు ఇలా చూపించాలి. అర్థమైందా? 2 అని చెప్పేసరికి 2 చూపించాలి. 3 అంటే 1 అని చెప్తాను, మీరు ఇలా చూపించండి. 2 అని చెప్తే ఇలా చూపించండి. 3. ఓకే, 1 2 3 4. తప్పు వచ్చింది. ఇదొకటి. 1 2 3 4 5 6 7 8 9 10. ఓకే, నేను 1 అని చెప్పేసరికి మీరు ఇలా కొట్టాలి. 2 అని చెప్పేసరికి 2 సార్లు కొట్టాలి. 3 అని చెప్తే 1 2 3. ఓకే, 4 అని చెప్తే 1 2 3 4. ఓకేనా? 1 కొట్టండి ఇలా. 1 2 3 4 5. ఓకే, 1 2 3 4 5 6 7 8 9 10 11
12. మినిమం ఈసారి మీరు 10 వరకు అయినా నేర్చుకోవాలి. 1 నుంచి 10 వరకు. ఏ బి సి డి ఈ ఎఫ్ జి హెచ్ ఐ జే కే എൽ എം എൻ. എൻ്റെ ഈ പിന്നിൽ കാണുന്നത് നമ്മളിപ്പോൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന വീടാണ്. ഒരു കുടുംബത്തിന് താമസിക്കുന്നത് ഇതിങ്ങനെ താമസിക്കുന്ന ആടുന്ന ഒരു തരം ഷെഡാണ് ഈ കാണുന്നത്. ഇതിനകത്താണ് ഒരു കുടുംബം താമസിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് കക്കൂസുകളില്ല. നമ്മൾ ടൗണിൽ നടക്കുന്ന പല കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർ ഗ്രാമങ്ങളിൽ താമസിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ കഴിയുന്നില്ല. അവരുടെ കുട്ടികളുടെ ഭാവി ഒന്ന് നോക്കി നമ്മൾ ആ ABCDകളും പല അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരെന്തുമാത്രം ആവേശത്തോടു കൂടിയാണ് ഇത് പഠിക്കുന്നത്. സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഇവരെയൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒക്കെ ചെയ്യേണ്ടതാണ്. അവരുടെ കോഴി വളർത്തലും ഒക്കെ ആയിട്ട് കണ്ടോ, 15-ൽ പരം വീടുകൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് കക്കൂസുകളോ ഒരു ഹൈജീനിക് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അവരിങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നു, ജീവിക്കുന്നു. ഇവർ ചെയ്യുന്നത് ഈ ചെറിയ അവിടെ ഉണ്ട് സാറേ, ആ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് മുറിച്ച് ചെറിയൊരു തുകയ്ക്ക് അവർ അത് തന്നെ ഇതുപോലുള്ള ഈ വിറകുകളൊക്കെ കൊടുത്തൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ഒരു ഫാമിലി ഒരു വലിയ ആളാണ്. అన్న ఒకసారి మీరు రండి. మీ పేరేం పేరు? వెంకటేశ్వరరావు. చదువుకున్నారా? చదువుకోలేదుగా? ఓకే ఓకే. అమ్మ బాగున్నారా? ఓకే ఓకే. తిన్నారా? ఇప్పుడు మీరు ఇక్కడ నివసిస్తున్నారు కదా, ఇంచుమించు 15 కుటుంబాలు. అసలు మీకు భోజనం చేయడం కానీ డబ్బులు కానీ ఎలా వస్తాయి? ఏం పనులు చేస్తారు? కర్ర పన్ను. అది 12 నెలలు కర్ర పనులు ఉంటాయా? ఉంటాయి కదా. ఓకే ఓకే ఓకే. అంటే ఎంత వస్తాయి ఒక కర్ర పని లోడ్కి లెక్క? టన్ను 2000 3000. ఓకే ఓకే. అవి సరిపోతాయా? అంటే ఒక టన్ను ఎన్ని రోజులు పడతాయి? ఒక టన్ను 4-3 అంటే మేము కొట్టేది 4-3. ഒരു 4 ഇവർ കൂട്ടമായിട്ട് പോയി ഒരു 4 ദിവസം 5 ദിവസം പണിയെടുത്താൽ 2000 രൂപ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അതൊക്കെ ഈ ചിലവുകൾ ചെറിയ ചെറിയ ചിലവുകളൊക്കെ ചെയ്താണെങ്കിൽ അതൊക്കെ ഇപ്പോൾ എല്ലാ കാലഘട്ടത്തും സീസണിൽ അത് ഉണ്ടായിരിക്കത്തില്ല. വളരെ ചുരുക്കം മാത്രമുള്ളൊരു സാഹചര്യമുള്ളൂ. ഇഷ്ടംപോലെ പണം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊരു വലിയ കാര്യമാണ്. അതാണ് പിന്നെ അക്ക പറയുന്നതാണ്. അത് അങ്ങനെ ആ ഒരു ജോലി ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടോ? ഇല്ലില്ല, കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. പിള്ളേർ സ്കൂൾ കളക്ട് ചെയ്ത് കഥ പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല. അവരെ പോകാനുള്ള నిర్వాహമില്ല. ఇక താമസിക്കേണ്ട ఇടയിൽ നിന്ന് ఎవిടെയാണ് స్కూల్ ఇక్కడ మీరు ఉన్నారు కదా, ఈ ప్లేస్కి అద్దె ఇవ్వడం కానీ ఏమీ లేదు కదా, ఊరికనే కదా? ఓకే ఓకే సరే. അങ്ങനെ ഒന്നും കൊടുക്കണ്ട, അങ്ങനെ പിന്നെ വാടക ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. 4 കമ്പയിലെ ഒരു വീടാണ്. അതെ അതെ അതെ, വളരെ അത്ഭുതമായിട്ടുള്ള. ഇതിന്റെ താഴെ കോഴികളൊക്കെ ഉണ്ട്. കോഴിയൊക്കെ വളർത്തുന്നുണ്ട് ഇതിന്റെ താഴത്ത്. അത് വലിയ പൂവൻ കോഴിയാണ്. ഇതിന്റെ താഴെ കോഴിയുണ്ട്. ഇതിന്റെ ഇവിടെ ആളുകൾ താമസിക്കുന്നു. ഒരു കുടുംബമാണ് താമസിക്കുന്നത്. ഒരു ഫാമിലിയാണ്. അതെ, ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം കൂടെ താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. അതെ അതെ അതെ. നമ്മുടെയൊക്കെ വീട്ടിൽ 3-4 മുറികളുണ്ടായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. പിള്ളേർ അവിടെ വളരെ സന്തോഷമായിട്ട് പഠിക്കുകയാണ്. അതെ അതെ. ഇതുപോലെ നിരവധി ചേരി പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ പോയി സുവിശേഷ ഈ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇതായിരിക്കും ഒരു കെട്ട് വിറക്. ഇതാണ് ഒരു കെട്ട്. ഇതിന് വലിയ വലിയ കമ്പുകളൊക്കെ അവർ കയറ്റി വിടുന്നുണ്ട്. ഇതാണ് ചെറിയ കെട്ട് വിറകുകളാണത്. ഇവർക്ക് വേണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല സാർ. ഞാനത് മറ്റൊരു ക്ലിപ്പിങ്ങിലത് പറഞ്ഞിരുന്നു. പക്ഷെ ഗവൺമെന്റിനൊക്കെ ഇവരെ റീച്ച് ആകാനുള്ള ഇവരിൽ എത്താനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഗോത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ചിലപ്പോൾ താമസിക്കത്തില്ല. കുറച്ച് വർഷങ്ങൾ താമസിച്ചിട്ട് അതങ്ങനെ ഗോത്രപരമായിട്ട് അവരിലുള്ള ഒരു വാസനയാണ്. ഒരു കൊച്ചാന്ന് തോന്നുന്നു അതിനകത്തൊരു കൊച്ചുണ്ട്. അത് തന്നെ ഒരു കൊച്ചാണ് തൂങ്ങി കിടക്കുന്നത്. അതെ 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 തന്നെ. ബാത്റൂമൊന്നുമില്ല. അതൊക്കെ അവർ ഓപ്പൺ പ്ലേസുകളിൽ, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. അതെ, ഇതും അവരുടെ മറ്റൊരു ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഈ മനോജ് സാറ് ഈ പ്രദേശങ്ങളിലൊക്കെ വന്ന് ഇവരെ കണ്ടെത്തി ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതെ. ബുക്കും
കോപ്പി പെൻസിലും റബ്ബറും ഒക്കെ മേടിച്ച് കൊടുത്ത് അതെ അതെ ഇതുപോലെ 50-50 സ്ഥലങ്ങളിലോളം നമ്മൾ പോകുന്നുണ്ട് ഒരു മാസത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ പലരും നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയാണ് ഈ മനോജ് സാറിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. അതെ, അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകുവാൻ നിങ്ങൾക്കും അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാറിനെ വിളിക്കുകയും നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക.